ഹായ് ഓൾ, അടുത്തതായി പറയാൻ പോകുന്നത് വെൻ വാക്സ് മെൽസ്. കാൻഡിൽ ഈസ് സോളിഡ്. കാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡാണ്. ഈസിഡി അല്ലേ? അതെ, കാൻഡിൽ സോളിഡാണ്. കട്ട് എ കാൻഡിൽ ഇൻ ടു സ്മോൾ പീസസ്. കാൻഡിൽ എന്ത് ചെയ്യുക? സ്മോൾ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. നോ വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ടു ദി വാക്സ്. ഇപ്പോൾ വാക്സിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു, അല്ലാതെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല. ഷേപ്പ് മാത്രം ചേഞ്ച് ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച്. നോ വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ടു ദി വാക്സ് എന്ന് ചോദിക്കുമ്പോൾ ചേഞ്ച് ഷേപ്പ് മാത്രമാണ് ചേഞ്ച് ചെയ്തത്. ഈസ് ഇൻ ദി വാക്സ് സ്റ്റിൽ ദി സെയിം സ്റ്റേറ്റ്? അതെ അല്ലേ, വാക്സ് അതിൻ്റെ സെയിം സ്റ്റേറ്റിലല്ലേ, അതിൻ്റെ ഷേപ്പ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ് മാറിയിട്ടുണ്ടോ? ഇല്ല. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് വാക്സ് ഇൻ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു ചെറിയ പീസ് വാക്സ് എടുത്തിട്ട് ഒരു സ്പൂണിലേക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക. വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ടു ദി സ്റ്റേറ്റ് ഓഫ് ദി വാക്സ്? ആ സമയത്ത്, ആ ചൂടാക്കുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് ഈ വാക്സിൽ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വാക്സ് എന്തായി മാറും? ചൂടാക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? അത് ലിക്വിഡായിട്ട് മാറും. അലോ ദി മോൾട്ടൺ വാക്സ് ടു കൂൾ ഫോർ എ വൈൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ലിക്വിഡായി മാറിയിട്ടുള്ള വാക്സ് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം കൂൾ ചെയ്യുക. നൗ വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്? അതിൻ്റെ സ്റ്റേറ്റിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്? അത് കൂൾ ചെയ്യുന്ന സമയത്ത് അത് പിന്നെയും സോളിഡായിട്ട് തന്നെ മാറും. ഇറ്റ് ചേഞ്ച് ടു സോളിഡ് സ്റ്റേറ്റ്. ആർ ഇൻ ദി സോളിഡ് വാക്സ് ആൻഡ് ദി മോൾട്ടൺ വാക്സ് ദി സെയിം സബ്സ്റ്റൻസ്? ഈ സോളിഡ് വാക്സും മോൾട്ടൺ വാക്സും സെയിം സബ്സ്റ്റൻസ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലേ, ആണ്. ഡിഡ് ദി ചേഞ്ച് ഇൻ വാക്സ് റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്? ഈ വാക്സിലുള്ള ചേഞ്ച് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്നതിലേക്ക് നയിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. നോ. ഡിഡ് ഇറ്റ് ബിക്കം എ ന്യൂ സബ്സ്റ്റൻസ് ഓൺ കൂളിംഗ്? അത് പിന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയൊരു സബ്സ്റ്റൻസ് ആയി മാറുമോ? ഇല്ല. നോ. ടാബുലേറ്റ് യുവർ ഒബ്സർവേഷൻ. അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷൻ ഈ ടാബിളിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വാക്സ് എടുക്കുക, ആദ്യം അത് ചൂടാക്കുക, പിന്നെ അത് കൂളാക്കുക. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ എഴുതുക. സബ്സ്റ്റൻസിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഐറ്റം. ഫസ്റ്റ് കോളത്തിൽ ഐറ്റം, നെക്സ്റ്റ് ചേഞ്ച്, അടുത്തതിൽ സ്റ്റേറ്റ് ആണ് എഴുതേണ്ടത്. അതിൽ ഐറ്റത്തിൽ ഏതൊക്കെയാണ്? കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്, അടുത്തതാണ് ഹീറ്റിംഗ് വാക്സ്, നെക്സ്റ്റ് വൺ കൂളിംഗ് മോൾട്ടൺ വാക്സ്. അതിൽ കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതിൽ ചേഞ്ച് എന്താ വരുന്നത്? കട്ടിംഗ് വാക്സ് ഇൻ ടു പീസസ്, വാക്സ് പീസസ് ആക്കി കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് വരുന്നത്? ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ സൈസോ അല്ലെങ്കിൽ ഷേപ്പോ ചേഞ്ച് ചെയ്തു. അതിൻ്റെ സ്റ്റേറ്റ് എന്ത് തന്നെയാണ്? സോളിഡ് തന്നെയാണ്, അല്ലേ? ഇനി അടുത്തതാണ് എന്ത്? ഹീറ്റിംഗ് വാക്സ് ഹീറ്റ് ചെയ്തു. വാക്സ് ഹീറ്റ് ചെയ്ത സമയത്ത് അവിടെയുള്ള ചേഞ്ച് എന്താണ്? വാക്സ് മെൽറ്റ്. വാക്സ് എന്ത് ചെയ്തു? മെൽറ്റ് ചെയ്തു, ഉരുകി. ഇനി അടുത്തത് എന്താണ്? അതിൻ്റെ സ്റ്റേറ്റ്. എന്ത് രൂപത്തിലേക്കാണ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാക്സ് മാറുന്നത്? ലിക്വിഡ് രൂപത്തിലേക്കാണ് മാറുന്നത്. ഇനി അടുത്തതാണ് എന്ത്? കൂളിംഗ് മോൾട്ടൺ വാക്സ്. ആ ഉരുകിയിട്ടുള്ള വാക്സ് എടുത്തിട്ട് നമ്മൾ വീണ്ടും കൂൾ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ലിക്വിഡ് ആയിട്ടുള്ള വാക്സ് സോളിഡിഫൈ ചെയ്തിട്ട് അത് പിന്നെയും സോളിഡായിട്ട് തന്നെ മാറും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്താണ്? സോളിഡ്. അപ്പോൾ നമ്മൾ വാക്സ് എടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോളിഡ് ലിക്വിഡാവും. നമ്മളത് പിന്നെയും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ആ ലിക്വിഡ് വാക്സ് പിന്നെയും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചെന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. ഇവിടെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. അതായത് കട്ട് ചെയ്യുന്ന സമയത്ത് ഷേപ്പും സൈസും മാറുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നുണ്ട്, ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റൻസിൽ മാറ്റമൊന്നും വരുന്നില്ല. അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒന്നുമില്ല. അവിടെയുള്ള സബ്സ്റ്റൻസിൽ ഒരു മാറ്റമില്ല. സെയിം സബ്സ്റ്റൻസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ മാറുന്നുണ്ട്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. ഇനി അടുത്തത് ഹീറ്റ് ദി വാക്സ് ഇൻ സ്പൂൺ ഫോർ എ ലോങ്ങർ ടൈം. ഡു യു സീ ദി വാക്സ് ദർ നൗ? നിങ്ങൾ കുറേ ടൈം എന്ത് ചെയ്തു? വാക്സ് ഒരു സ്പൂണിലെടുത്തിട്ട് കുറേ ടൈം ഹീറ്റ് ചെയ്തു. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാക്സ് പിന്നെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. വാക്സ് എന്ത് ചെയ്യും? വേപ്പറായിട്ട് പോകും. വേർ ഡിഡ് ദി വാക്സ് ഗോ? എവിടേക്കാണ് വാക്സ് പോയത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ വാക്സ് ലിക്വിഡ് രൂപത്തിലേക്ക് ഹീറ്റ് ചെയ്തപ്പം ലിക്വിഡ് രൂപത്തിലേക്ക് മാറി. പിന്നെ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? വേപ്പറായിട്ട് പോകും. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ വേർ ഡിഡ് ദി വാക്സ് ഗോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അത് വേപ്പറായിട്ട് മാറി എന്ന് പറയണം. ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് വാക്സ് ഓൺ ഹീറ്റിംഗ്. നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? വാക്സ് വേണം, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ വേണം, അതുപോലെ തന്നെ ലാമ്പും വേണം. ഇനി അടുത്തത് എന്താ പറയുന്നത്? ടേക്ക് എ പീസ് ഓഫ് വാക്സ് ഇൻ ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബിൽ എന്ത് ചെയ്യുക? ഒരു പീസ് വാക്സ് എടുക്കുക. ആൻഡ് ഹീറ്റ് ഇറ്റ് യൂസിങ് ലാമ്പ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ലാമ്പിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ദി മൗത്ത് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ് ഷുഡ് ബി ക്ലോസർ വിത്ത് ദി കോട്ടൺ. ക്ലോസ്ഡ് വിത്ത് ദി കോട്ടൺ, അതായത് ആ ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്ത് എന്ത് ചെയ്യുക? ഒരു കോട്ടൺ വെച്ചിട്ട്, ഒരു പഞ്ഞ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു വാക്സ് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റിൽ വാക്സിന് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്.
നമ്മൾ വാക്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് ട്യൂബിൽ വെച്ചിട്ട് വാക്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സോളിഡ് വാക്സ് മെൽറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ലിക്വിഡ് വാക്സ് ആയിട്ട് മാറും. ഇനിയും ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെയും ഹീറ്റിംഗ് ലിക്വിഡ് ആയതിനു ശേഷം ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാക്സ് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. അങ്ങനെ വേപ്പറായിട്ട് മാറുന്ന സമയത്ത് അത് ട്യൂബിൻ്റെ മേൽഭാഗത്തേക്ക് പോകും. വാട്ട് ഹാപ്പൻ വെൻ യു ഹീറ്റ് ദി മോൾട്ടൻ വാക്സ് അഗെയിൻ? ആ ലിക്വിഡായി മാറിയിട്ടുള്ള മോൾട്ടൻ വാക്സ് പിന്നെയും ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? മോൾട്ടൻ വാക്സ് പിന്നെയും ഹീറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യും? അത് വേപ്പറൈസ് ചെയ്യും, അത് നീരാവിയായിട്ട് പോകും. ആൻഡ് മിക്സ് വിത്ത് ദി എയർ ഇൻ ദി ട്യൂബ്, ട്യൂബിലുള്ള എയറുമായിട്ട് മിക്സ് ചെയ്യും. ദി വാക്സ് വേപ്പർ ട്രാവൽ ടു ദി ടോപ്പ് ആൻഡ് സൈഡ് ഓഫ് ദി ബോയിലിംഗ് ട്യൂബ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ വാക്സ് വേപ്പർ എന്ത് ചെയ്യും? ബോയിലിംഗ് ട്യൂബിൻ്റെ ടോപ്പിലേക്കും സൈഡിലേക്കും പോകും. വാട്ട് ഡു യു സീ ഇൻസൈഡ് ദി ബോയിലിംഗ് ട്യൂബ് ആഫ്റ്റർ റിമൂവിങ് ഇറ്റ് ഫ്രം ദി ലാമ്പ്? നിങ്ങൾ ബോയിലിംഗ് ട്യൂബ് ആ ലാമ്പിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിൽ? ആഫ്റ്റർ റിമൂവിങ് ദി ട്യൂബ് ആൻഡ് ലെറ്റിംഗ് ഇറ്റ് കൂൾ, അതായത് നമ്മൾ ബോയിലിംഗ് ട്യൂബ് റിമൂവ് ചെയ്തിട്ട് അത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ വാക്സ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും? കോട്ടണിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോയിലിംഗ് ട്യൂബിൻ്റെ മേൽഭാഗത്തുമായിട്ട് കുറേ സൈഡ്സിലുമായിട്ട് കുറേ വാക്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം വാക്സ് ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്ത സമയത്ത് അത് ലിക്വിഡായി, പിന്നെയും ഹീറ്റ് ചെയ്ത സമയത്ത് അത് വാക്സ് വേപ്പറായിട്ട് മാറി. ഈ വാക്സ് വേപ്പർ കൂൾ ചെയ്യുന്ന സമയത്ത് അതെവിടെ പറ്റിപ്പിടിക്കും? നമ്മുടെ കോട്ടണിലും അതുപോലെ തന്നെ ആ ബോയിലിംഗ് ട്യൂബിൻ്റെ ചുറ്റുഭാഗത്തും ഒട്ടിപ്പിടിക്കും. റീസൺ ഫോർ സീയിങ് ട്രേസസ് ഓഫ് വാക്സ് ഓൺ കോട്ടൺ ആൻഡ് ട്യൂബ് സൈഡ്സ്. എന്താണ് കോട്ടൻ്റെയും അതുപോലെ തന്നെ ട്യൂബിൻ്റെ സൈഡ്സിലും കുറേ വാക്സ് ഉണ്ടാവാൻ കാരണം? വാക്സ് കാണാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. വാക്സ് വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? കൂൾ ചെയ്യുന്ന സമയത്ത് ആദ്യം വാക്സ് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും, പിന്നെയും അപ്പോൾ ലിക്വിഡാവും. ലിക്വിഡായിട്ട് പിന്നെ അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നുണ്ട്? വേപ്പറായിട്ട് മാറുന്നുണ്ട്, വാക്സ് വേപ്പറായിട്ട് മാറുന്നുണ്ട്. പിന്നെ അതെന്ത് ചെയ്യും? നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് അതെന്താവും? കണ്ടൻസ് ചെയ്തിട്ട് ആ ലിക്വിഡ്, അതായത് ആ വാക്സ് വേപ്പർ എന്തായിട്ട് മാറും? തിരിച്ചെന്തായിട്ട് മാറും? സോളിഡായിട്ട് മാറും. അങ്ങനെ സോളിഡായിട്ട് മാറുന്ന സമയത്താണ് അത് കോട്ടണിലും അതുപോലെ തന്നെ ട്യൂബിൻ്റെ സൈഡ്സിലൊക്കെ പറ്റിപ്പിടിക്കുന്നത്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അനലൈസ് ദി ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷനിൽ എത്തണം. റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളെ സയൻസ് ഡയറിയിൽ അത് എഴുതാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദി സ്റ്റേറ്റ് ഓഫ് വാക്സ് ബിഫോർ ഹീറ്റിംഗ്? ഹീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ, ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ വാക്സിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ് വാക്സ് ഉള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. അപ്പം ദി സ്റ്റേറ്റ് ഓഫ് വാക്സ് ബിഫോർ ഹീറ്റിംഗ് വാസ് സോളിഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ചേഞ്ച് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിലെന്ത് മാറ്റമാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. വെൻ ദി വാക്സ് വാസ് ഹീറ്റഡ്, ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇറ്റ് മെൽറ്റ് ആൻഡ് ചേഞ്ച്ഡ് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ എന്താ ഇതാ? വെൻ വാക്സ് വാസ് ഹീറ്റഡ് ഇറ്റ് മെൽറ്റഡ് ആൻഡ് ചേഞ്ച്ഡ് ഫ്രം എ സോളിഡ് സ്റ്റേറ്റ് ടു എ ലിക്വിഡ് സ്റ്റേറ്റ്. അടുത്തത് എന്താ? ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ഓൺ ഹീറ്റിംഗ് ഫർദർ? പിന്നെയും ഹീറ്റ് ചെയ്തു, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ട് പിന്നെയും ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. വെൻ ഹീറ്റഡ് ഫർദർ ദി ലിക്വിഡ് വാക്സ് ടേൺ ഇൻ ടു വേപ്പർ. ആ ലിക്വിഡ് വാക്സ് എന്തായിട്ട് മാറും? വാക്സ് വേപ്പറായിട്ട് മാറും, അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. എക്സ്പെഷ്യലി ആഫ്റ്റർ റീച്ചിങ് എ ഹയർ ടെമ്പറേച്ചർ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ ഹയർ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് ലിക്വിഡ് വാക്സ് എന്തായിട്ട് മാറും? വേപ്പർ വാക്സ് ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെ എഴുതണം? വെൻ ഹീറ്റഡ് ഫർദർ ദി ലിക്വിഡ് വാക്സ് ടേൺ ഇൻ ടു വേപ്പർ വാക്സ്, അതായത് ബ്രാക്കറ്റിൽ എന്ത് ചെയ്താൽ? ഗ്യാഷ്യസ് സ്റ്റേറ്റ്, എസ്പെഷ്യലി ആഫ്റ്റർ റീച്ചിങ് എ ഹയർ ടെമ്പറേച്ചർ ഇൻ ബോയിലിംഗ് ട്യൂബ്. നെക്സ്റ്റ് എന്താണ്? ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദി വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച് ഓൺ കൂളിംഗ്? ഏത് സ്റ്റേറ്റിലേക്കാണ് വേപ്പറൈസ്ഡ് വാക്സ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡ് പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നുണ്ട്? വേപ്പറൈസ്ഡ് വാക്സ് ആയിട്ട് മാറുന്നുണ്ട്. ഈ വേപ്പറൈസ്ഡ് വാക്സിന് നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് കൂൾ ചെയ്തു. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലേക്കാണ് മാറുക? അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഏത് സ്റ്റേറ്റിലേക്ക് മാറും? ഗ്യാഷ്യസ് നിന്ന് നേരെ അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറും? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. വെൻ ദി വേപ്പറൈസ്ഡ് വാക്സ് വാസ് കൂൾഡ് ഇറ്റ് ചേഞ്ച് ബാക്ക് ഫ്രം ഗ്യാഷ്യസ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡിഡ് ദി വാക്സ് ടേൺ ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്? ഈ വാക്സ് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ലിക്വിഡ് വാക്സ്, സോളിഡ് വാക്സ് ലിക്വിഡ് വാക്സ് ആവുന്നുണ്ട്, ലിക്വിഡ് വാക്സ് ഗ്യാഷ്യസ് വാക്സ് ആവുന്നുണ്ട്, ഗ്യാഷ്യസ് വാക്സ് തിരിച്ച് എന്ത് വാക്സ് ആവുന്നുണ്ട്? സോളിഡ് വാക്സ് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്ത് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സബ്സ്റ്റൻസ് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടോ? എന്താണ് ആൻസർ? നോ, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. ദി വാക്സ് ഡിഡ് നോട്ട് ടേൺ ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ്.
ദി ചേഞ്ചസ് വേർ ഓൺലി ഇൻ ഫിസിക്കൽ സ്റ്റേറ്റ്. എന്തിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ? ഫിസിക്കൽ സ്റ്റേറ്റിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആവുന്നു, ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ബട്ട് ഇറ്റ് റിമൈൻഡ് ദി സെയിം സബ്സ്റ്റൻസ് ആസ് വാക്സ് ത്രൂ ഔട്ട് ദീസ് ചേഞ്ചസ്. എങ്ങനെ ചേഞ്ചസ് നടന്നാലും അത് സെയിം സബ്സ്റ്റൻസ് ആണ്. ഏത് തന്നെയാണ്? വാക്സ് തന്നെയാണ്. എന്ത് മാത്രമേ മാറുന്നുള്ളൂ? സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദി ചേഞ്ച് ദാറ്റ് ഒക്കർ ടു വാക്സ് പെർമനൻറ്റ് ഓർ ടെമ്പററി? ഈ വാക്സിന് വന്ന മാറ്റം പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ? പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ എന്നേക്കുള്ള മാറ്റമാണോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള മാറ്റമാണോ? ഏത് മാറ്റമാണ്? ടെമ്പററി ആണ് അല്ലേ? അതൊരു താൽക്കാലികമായിട്ടുള്ള മാറ്റം ആണ്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി ചേഞ്ച് ദാറ്റ് ഒക്കർ ടു വാക്സ്. ഫിൽ ദി മിസ്സിംഗ് പാർട്സ്. ഈ മിസ്സിംഗ് പാർട്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്താണ്? ബ്ലോക്ക് ഓഫ് വാക്സ്, ഒരു വാക്സിൻ്റെ ഒരു കട്ട, അത് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. റിസീവ് ഹീറ്റ് എനർജി. ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വാക്സ് മെൽറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. വാക്സ് മെൽറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. വാക്സ് എന്താവും? മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെയും ഹീറ്റ് ചെയ്യാണ്. അപ്പം പിന്നെയും ആരോ ഇട്ടിട്ട് അതിൻ്റെ മേലെ എന്താ? ഹീറ്റിംഗ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റിസീവ് ഹീറ്റ് എനർജി എന്ന് എഴുതുക. അതിൻ്റെ താഴെ ആ ഒരു പൂരിപ്പിക്കേണ്ട ഭാഗത്ത് എന്ത് ചെയ്യുക? റിസീവ്സ് ഹീറ്റ് എനർജി എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മോൾട്ടൺ വാക്സ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ്. അതായത് ഉരുകിയിട്ടുള്ള വാക്സ് പിന്നെയും ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. ഇനി അടുത്തത് എന്താണ്? ഇപ്പോൾ വേപ്പർ സ്റ്റേറ്റിലുള്ള വാക്സ് ഇനി എന്താ ചെയ്യുന്നത്? കൂൾ ഡൗൺ. നമ്മൾ എന്ത് ചെയ്യുക? കൂളാക്കുകയാണ്. അപ്പോൾ എനർജി റിലീസ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി എന്താവും? റിലീസാവും. ഹീറ്റ് എനർജി റിലീസാവും. അങ്ങനെ റിലീസാവുന്ന സമയത്ത് വാക്സിൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. വാക്സിൻ വേപ്പർ സ്റ്റേറ്റിലുള്ള വാക്സ് എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ വേപ്പർ സ്റ്റേറ്റിലുള്ള വാക്സ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. കൂൾ ചെയ്യുന്ന സമയത്ത് വേപ്പർ എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. വാക്സിൻ വേപ്പർ സ്റ്റേറ്റ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് എന്ത് ചെയ്താൽ? കൂൾ ഡൗൺ. പിന്നെയും കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് നിന്ന് പിന്നെയും കൂൾ ചെയ്യുമ്പോൾ എന്താകും? അത് വാക്സ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ മേലെ എന്ത് പൂരിപ്പിക്കണം? കൂൾസ് ഡൗൺ ചെയ്താൽ എന്നിട്ട് എന്ത് ചെയ്യുക? റിലീസ് ഹീറ്റ് എനർജി. പിന്നെയും അതിലുള്ള ഹീറ്റ് എനർജി പിന്നെയും റിലീസാവും. ആ ഒരു സമയത്ത് എന്താവും? ബാക്ക് ടു വാക്സ്. അത് പിന്നെയും എന്തായിട്ട് മാറും? വാക്സ് ആയിട്ട് മാറും. ബ്ലോക്ക് ഓഫ് വാക്സ് ആയിട്ട് മാറും. സോളിഡ് ഫോമിലേക്ക് മാറും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിസ്കസ് ദി ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് വെൻ വാക്സ് റിസീവ്ഡ് ഹീറ്റ് എനർജി. വാക്സ് ഹീറ്റ് എനർജി റിസീവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? വാക്സ് ഹീറ്റ് എനർജി റിസീവ് ചെയ്യുമ്പോൾ സോളിഡ് ആയിട്ടുള്ള വാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നെ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മോൾട്ടൺ വാക്സ് എന്ത് ചെയ്യും? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറും. Record them in your science diary. Similarly, illustrate the change of state of ice when heat is received and release. ഇനി ഒരു ഐസിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? ഹീറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഐസിൽ എന്ത് മാറ്റമാണ് വരുന്നത്? അതുപോലെ തന്നെ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഐസിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഐസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? അതായത് ഹീറ്റ് എനർജി റിസീവ് ചെയ്യുന്ന സമയത്ത് ഐസിൽ എന്താണ് നടക്കുന്നത്? ഐസ് എന്താവും? അപ്പോൾ ഐസ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അത് ഐസ് എന്തായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി റിലീസ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് എനർജി റിസീവ് ചെയ്യുമ്പോൾ ഐസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ഐസ് ലിക്വിഡ് എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. വെള്ളം ഐസായിട്ട് മാറും. ഇനി അടുത്തത്, ഈസ് ദി ചേഞ്ച് ദാറ്റ് ഒക്കർ ഇൻ ഐസ് ടെമ്പററി ഓർ പെർമനൻറ്റ്? ഈ ഐസിൽ നടക്കുന്ന ചേഞ്ച് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ? അത് ടെമ്പററി ആണ് അല്ലേ? അത് ഐസ് വെള്ളം ആവുന്നുണ്ട്, വെള്ളം ഐസ് ആവുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ചേഞ്ചാണ്. ഈസ് എനി ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് വെൻ ഐസ് അണ്ടർഗോ എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഐസിന് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഐസിൻ്റെ സ്റ്റേറ്റിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഏതെങ്കിലും പുതിയ സബ്സ്റ്റൻസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. നോ. Having you noticed that ghee, coconut oil, etc. that we use at home get solidified? നിങ്ങൾ കോക്കനട്ട് ഓയിൽ തണുപ്പുള്ള കാലത്തൊക്കെ നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല സോളിഡിഫൈ, അതായത് കട്ട പിടിച്ച് കിടക്കണത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇൻ വിച്ച് സീസൺ ഡു ദീസ് ഗെറ്റ് സോളിഡിഫൈഡ്? ഏത് സീസണിലാണ് ഈ ഗീയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ സോളിഡിഫൈ ചെയ്യുക? വിൻ്റർ അല്ലെങ്കിൽ കോൾഡ് വെതറിലാണ് ഗീയും കോക്കനട്ട് ഓയിലും ഒക്കെ സോളിഡിഫൈ ചെയ്യുക അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഫിസിക്കൽ ചേഞ്ച് ആണ്. അത് നടക്കുന്നത് വിൻ്റർ അല്ലെങ്കിൽ കോൾഡ് കണ്ടീഷനിലാണ് നടക്കുന്നത്. ആർ ദീസ് ചേഞ്ചസ് ടെമ്പററി ഓർ പെർമനൻറ്റ്? ഇതെന്താണ്? ഒരു ടെമ്പററി ആണ്, താൽക്കാലികമായിട്ടുള്ള ചേഞ്ച് ആണ്. ഡു ദീസ് ചേഞ്ച് റിസൾട്ട് ഇൻ ദി ഫോർമേഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്? നോ. ഇങ്ങനെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഇല്ല. So far we have discussed the changes in physical property of substances like size, shape, state. Such changes are physical changes. No new substances are formed through physical changes. Find example for these and list them. Present them in the class. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്? ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിലുള്ള സബ്സ്റ്റൻസിൻ്റെ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്.
ഇത് മൂന്നും ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സച്ച് ചേഞ്ചസ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. ഇങ്ങനെ സൈസിലും ഷേപ്പിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ പുതിയ ഈ ഫിസിക്കൽ ചേഞ്ചസ് കാരണം പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഫൈൻഡ് എക്സാമ്പിൾ ഫോർ ദീസ് ആൻഡ് ലിസ്റ്റ് ദം പ്രസൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പോൾ എക്സാമ്പിൾ കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? അതായത് ഫിസിക്കൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്, പക്ഷേ അത് അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇങ്ങനത്തതിനുള്ള എക്സാമ്പിളാണ് ഏതൊക്കെയാണ്? ഒന്ന് ഫസ്റ്റ് നമ്മൾ പഠിച്ചു മെൽറ്റിംഗ് ഓഫ് ഐസ്. സെക്കൻഡ് വൺ ആണ് എന്ത്, ഫ്രീസിങ് ഓഫ് വാട്ടർ. വാട്ടർ ഫ്രീസ് ചെയ്യുക, വാട്ടർ തണുക്കുക, വെള്ളം തണുത്തിട്ട് ഐസായിട്ട് മാറുന്നതാണ് ഫ്രീസിങ് ഓഫ് വാട്ടർ. ഇനി അടുത്തത് എന്താ, ബോയിലിംഗ് ഓഫ് വാട്ടർ ടു ഫോം സ്റ്റീം. നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, സ്റ്റീം ഫോം ചെയ്യുന്നുണ്ട്. അടുത്തത് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ബാക്ക് ടു വാട്ടർ. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് പിന്നെ എന്തിനായിട്ട് മാറുന്നുണ്ട്, വാട്ടറിനായിട്ട് മാറുന്നുണ്ട്. അടുത്തതാണ് എന്ത്, സോളിഡിഫിക്കേഷൻ ഓഫ് ഗീ ഓർ കോക്കനട്ട് ഓയിൽ ഇൻ ദി വിൻ്റർ സീസണിൽ ഗീ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ സോളിഡിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ് ആൻഡ് സോളിഡിഫൈയിങ് ഏജൻറ്റ്. വാക്സിൻ്റെയും അതുപോലെ തന്നെ സോളിഡിഫൈയിങ് ഏജൻസിൻ്റെയും മെൽറ്റിംഗ്. അടുത്തത് കട്ടിംഗ് പേപ്പർ ഓർ ക്ലേ ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്പ്. ക്ലേ അല്ലെങ്കിൽ പേപ്പർ ഡിഫറെൻറ്റ് ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് മാറ്റുന്നത് ഉണ്ട്. അടുത്തത് സ്ട്രെച്ചിങ് എ റബ്ബർ ബാൻഡ്. ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുക. റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ടു അതിൻ്റെ നോർമൽ സൈസിലേക്ക് വരും. പക്ഷേ അവിടെ എന്ത് ചേഞ്ചസ് ആണുള്ളത്, അതിൻ്റെ സൈസിലും ഷേപ്പിലുമാണ് ചേഞ്ചസ് ഉള്ളത്. എന്ത് മാറുന്നില്ല, അതിൻ്റെ സബ്സ്റ്റൻസിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്ത് ചേഞ്ചസ് എന്നാണ് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ തന്നതാണ്. ഇത് എക്സാമിന് ചോദിക്കും, അപ്പോൾ എന്തായാലും പഠിക്കണം. ചേഞ്ച് ഇൻ ദി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സൈസോ ഷേപ്പോ സ്റ്റേറ്റോ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ആർ ഫിസിക്കൽ ചേഞ്ചസ്. ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നത്? നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ടിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ എന്ത് ചേഞ്ചസ് ആണ്, ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസിൽ നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ദീസ് ഫിസിക്കൽ ചേഞ്ചസ്. ഈ ഫിസിക്കൽ ചേഞ്ചസ് കാരണം ഒരു പുതിയ സബ്സ്റ്റൻസും ഫോം ചെയ്യുന്നില്ല. ഇൻ സം ഫിസിക്കൽ ചേഞ്ചസ് എനർജി ഈസ് ഐദർ അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ്. ചില ഫിസിക്കൽ ചേഞ്ചസിൽ എനർജി എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യാത്ത ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്.